യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ മാസം നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച അന്ന് മുതൽ ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, നിയോഗം സമർപ്പിച്ചവരുണ്ട്, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇവിടെ എഴുതിയിട്ട് സമർപ്പിച്ച നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ഓരോ മാസത്തിൻ്റെയും ഒരു പകുതിയോടനുബന്ധിച്ചുള്ളൊരു ദിവസത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സമയമാണ്. സാധ്യമായവരെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കാൻ ചില മനുഷ്യരെ തിരഞ്ഞെടുക്കും, ചില ശുശ്രൂഷകളെ തിരഞ്ഞെടുക്കും, ചില സ്ഥലങ്ങളെയും തിരഞ്ഞെടുക്കും. ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്യും ചില വ്യക്തികളെ, ചില സ്ഥലങ്ങളെയൊക്കെ. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ്. സ്വർഗത്തിലെ ദൈവം സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാണ്. ഞങ്ങളുടെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവേ, ഞാൻ ചൊല്ലിത്തരുമ്പോൾ സാധ്യമെങ്കിൽ ആ പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലുക. കർത്താവായ യേശുവേ, കഴിഞ്ഞ നാളുകളിൽ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവരും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ, നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ വചനം കേൾക്കുന്നവരുമായ എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കളെയും, എല്ലാ യുവതി യുവാക്കളെയും, എല്ലാ കുഞ്ഞുങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവാൽ ഇവരെ എല്ലാം നയിക്കണമേ. കർത്താവായ യേശുവേ, ഈ വചനം കേൾക്കുന്നവരെയും, ഈ വചനം അയച്ചു കൊടുത്തവരെയും, ഈ വചനം എഴുതിയെടുത്തവരെയും, ഈ വചനം മുടങ്ങാതെ കേൾക്കുന്നവരെയും, നിയോഗത്തിൽ കേൾക്കുന്നവരെയും, ഈ ആലയത്തിൽ ഇന്നുവരെ വന്നുപോയ സകലരെയും, ഇന്നുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും, നിയോഗ പ്രാർത്ഥന തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച സകലരെയും തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച്, വചനത്താൽ അവരെ നിറച്ച്, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ ഒരു വചനം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു. ശരിക്കും ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയും ദൈവം ഒരുക്കിയത് അത് തന്നെ. ദൈവവചനത്തിലൂടെ ദൈവം എന്നോട്, നമ്മുടെ കുടുംബത്തോട് മുഖാമുഖം സംസാരിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഒത്തിരി പേര് പറയാം, എന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി, ഇന്ന് എനിക്ക് വേണ്ടി കിട്ടിയൊരു വചനം പോലെ തോന്നി. ഇന്ന് മാത്രമല്ല, പണ്ടും വർഷങ്ങൾക്ക് മുമ്പും ദൈവം മുഖാമുഖം സംസാരിച്ചിരുന്നു. കർത്താവ് സ്നേഹിതനോടെന്ന പോലെ, സ്നേഹിതരോട് സംസാരിക്കുന്നൊരു പാറ്റേൺ ഉണ്ട്, ഒരു മാതൃകയുണ്ട്, ഒരു മോഡലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം, ഫേസ് ടു ഫേസ് സംസാരിച്ചിരുന്നു. ഇതാര് കണ്ടിരുന്നു എന്നറിയാമോ? ജോഷുവ ഇതെല്ലാം വീക്ഷിച്ചിരുന്നു.
അടുത്ത വാക്യം എഴുതിയിരിക്കുക, അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങി അങ്ങ് പോകും. ദൈവത്തിൻ്റെ ആ സംസാരത്തിന് ശേഷം, ആ ഒരു അനുഭവം അനുഭവിച്ചതിന് ശേഷം പോകും. അപ്പോൾ ജോഷുവ എന്ത് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ആ ദൈവ സാന്നിധ്യത്തെ വിട്ടു മാറിപ്പോയിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ ഒരു പ്രത്യേകത എഴുതിയിരിക്കുവാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച സ്ഥലം വിട്ടുപോയില്ല, അവിടെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളും ആ വചനത്തിലൂടെയുള്ള ദൈവ സാന്നിധ്യം വിട്ടുപോകാതെ നിൽക്കുമ്പോൾ, അത് നിങ്ങളുടെ ഭവനത്തിൽ അത് നിലനിൽക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അത് നിലനിൽക്കുമ്പോൾ, അത് നേട്ടമാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു സംരക്ഷണമാണ്. എന്താണ് ഈ ജോഷുവായ്ക്ക് കിട്ടിയ അനുഗ്രഹം എന്നറിയാവോ? ആർക്കും കിട്ടാത്ത അനുഗ്രഹമാണ് ജോഷുവയെ തേടി വന്നത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം അതിൻ്റെ ഒരു ഉത്തരവാണ്. ദൈവസാന്നിധ്യ ആ കൂടാരത്തെ വിട്ടുപോകാതെ വിട്ടുപിരിയാതെ നിന്ന ജോഷുവ, ആ ജോഷുവയ്ക്ക് ഒരു ഉറപ്പ് കിട്ടുകയാണ്. 1-ാം അധ്യായം 5-ാം വാക്യം, ജോഷുവയുടെ പുസ്തകം 1:5, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പലരും തോൽപ്പിക്കാൻ നോക്കും, പലരും നിന്റെ തകർച്ചയെ കാണാൻ ആഗ്രഹിക്കും, പലരും അതിനുവേണ്ടി മുറവിളി കൂട്ടും. പക്ഷെ ആർക്കും നിന്നെ തോൽപ്പിക്കുക സാധിക്കുകയില്ല. എന്താ കാരണം? ദൈവ സാന്നിധ്യം കൂടെ നിൽക്കുന്ന, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരാളെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം തരുന്ന, എനിക്ക് ദൈവം തരുന്ന ഉറപ്പാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ കൈവിടുകയില്ല, നിന്നെ ഞാൻ കൈവിടുകയില്ല, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക. ഇതാരോടാ പറയുന്നത്? എന്നോടാ പറഞ്ഞത്. ഇതാരോടാ പറയുന്നത്? എൻ്റെ കുടുംബത്തോടാ പറയുന്നത്. എൻ്റെ ഭാവിയെ നോക്കിയിട്ടാണ് പറഞ്ഞത്, എൻ്റെ വിദ്യാഭ്യാസത്തെ നോക്കിയിട്ട്, എൻ്റെ സാമ്പത്തികത്തെ നോക്കിയിട്ട്, എൻ്റെ ആരോഗ്യത്തെ നോക്കിയിട്ടൊക്കെയാണ് ഈ വചനം പറഞ്ഞു. ശക്തനും ധീരനുമായിരിക്കുക. ആർക്കാണ് ഈ അനുഗ്രഹം എല്ലാം വന്നേ? ദൈവ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ നിന്നവർ. ദിവസവും ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വ്യക്തികളോട്, കുടുംബത്തോടൊക്കെ പറയട്ടെ, വിഷമിക്കൊന്നും വേണ്ട. ആർക്കും കിട്ടാത്ത ദൈവികമായ ഉറപ്പ്, പിതാക്കന്മാരുടെ അനുഗ്രഹം നിനക്ക് വരും. ആർക്കും കിട്ടാത്തത് ശക്തനും ധീരനുമാക്കുന്നൊരു ദൈവം, ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, ഇന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നിയോഗം സമർപ്പിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുവാണ്. കർത്താവേ, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേലങ്ങ് കൈമാറണമേ, ജനത്തിൻ്റെ മേലങ്ങ് കൈമാറണമേ. കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തെ ഇപ്പോൾ കൈമാറണമേ, അങ്ങയുടെ അത്ഭുത വിടുതലിനെ കൈമാറണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കൾ, കുടുംബമായിരുന്നു കേൾക്കുന്നവർ, കൂട്ടമായിരുന്നു കേൾക്കുന്നവർ, ഹോസ്റ്റലുകളിൽ ഇരുന്ന് കേൾക്കുന്നവർ, റൂമുകളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്ന മാതാപിതാക്കൾ, ഉണർന്നെഴുന്നേറ്റ് കേൾക്കുന്ന കുടുംബങ്ങൾ, അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 1-2 നിയോഗങ്ങളെ ഓർക്കാം. കർത്താവെ, പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിൽ കുടുംബമായിരുന്നു വചനം കേൾക്കുന്നവരെ, ഈ വചനം അയച്ചു കൊടുത്ത് ദൈവ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരെ, ഈ ശുശ്രൂഷയിൽ, ദൈവവേലയിൽ ശക്തന്മാരായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന അനേകർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളിലൂടെ ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ വചനം എത്തിയിട്ടുണ്ട്.
വചനം കേട്ടിട്ടുണ്ട്. നിങ്ങളെ ദൈവം അതിന് നിയോഗിച്ചതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കരങ്ങൾ തളർന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു വരണം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു വരണം. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം സമാധാനത്തിൽ വളരട്ടെ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത സ്നേഹവും എന്തെന്നില്ലാത്ത അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, ഈ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. കർത്താവ്, ഈ കുടുംബത്തിനകത്ത് ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് പണിയുന്നവരെ ഓർക്കുന്നു, വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ ഓർക്കുന്നു, വിവാഹം നടക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഭവനങ്ങളെ ഓർക്കുന്നു. കർത്താവ്, എല്ലാ രോഗികളായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ? കിടന്ന കിടപ്പിലുള്ള ആരെങ്കിലും ഉണ്ടോ? അപകടത്തിൽപ്പെട്ടവരുണ്ടോ? പ്രതിസന്ധിയിലായവരുണ്ടോ? ഏതെങ്കിലും കേസിടപാടുകളിൽപ്പെട്ട് തകർന്നു കിടക്കുന്നവരുണ്ടോ? കുടുംബജീവിതം തകർന്നവരുണ്ടോ? നിങ്ങളെ ദൈവം കൈവിടുകയില്ല. വിഷമിക്കുകയൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, മനസ്സിനകത്ത് ഭാരമൊന്നും വേണ്ട. ദൈവം നിന്നെ കൈവിടുകയില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടിനകത്ത് ഒറ്റപ്പെട്ട നിലയിലിരിക്കുന്നവരുണ്ടോ? തകർന്നിരിക്കുന്നവരുണ്ടോ? ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടോ? വിഷമിക്കുകയൊന്നും വേണ്ട. ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിന്നെ കൈവിടുകയില്ല. പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാടക വീട്ടിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവരെ ഓർക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. ജോലിയിലെ സ്ട്രെസ്സ് മാറാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അതിർത്തി പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഉയരുവാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കഴിവ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയൊക്കെ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തോട് അടുക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ ഒരു തകർച്ചയിലും ഒരു പരാജയത്തിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിരാശ, ആത്മഹത്യാ പ്രവണത അത് വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പാടെ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ചതിയിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആരും നിങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ചതിയിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മന്ത്രവാദം, ദുഷ്ടശക്തികളോട് ചേർന്ന് നിങ്ങളെ തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ദൈവിക സംരക്ഷണത്തിൻ്റെ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, കയറി വരുന്ന വഴി, നിങ്ങളുടേതായ സാമ്പത്തിക മേഖലകൾ സകലത്തിൻ്റെ ചുറ്റിലും വേലി കെട്ടി ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിയെ പുതുക്കി പണിത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകുവാൻ, വിദേശത്തൊരു ജോലി കിട്ടുവാൻ, PR കിട്ടുവാൻ, ശമ്പള വർധനവുണ്ടാകുവാൻ എല്ലാം പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുടങ്ങിക്കിടക്കുന്നവർ, റിജക്റ്റായവർ, പല രാജ്യങ്ങളിൽ പോകാൻ പരിശ്രമിക്കുന്നവർ, അതിന് ഏജൻറ്റിനെ കാണുന്നവർ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏശയ്യ 45:2 പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വേദനയിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ വേദനകൾ അനുഭവിക്കുന്നവർ, രോഗപീഠയുള്ളവർ, ഭയപ്പെടുന്നവർ, നിരാശയുള്ളവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് റിലേറ്റഡായി പ്രശ്നം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. സ്ഥിരം ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടത്തിൽ നിന്ന് കരകയറാൻ പ്രാർത്ഥിക്കുന്നു. ഉത്തരവാദിത്വം എടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഉത്തരവാദിത്വം ഉള്ളവരായി, സാമർഥ്യമുള്ളൊരു മനുഷ്യൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, കടഭാരം മാറാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ ഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മരുമക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ലോൺ ശരിയാകാൻ പ്രാർത്ഥിക്കുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. +2 കഴിഞ്ഞവർക്ക് പഠന മേഖല തിരഞ്ഞെടുക്കുവാൻ, തുറന്നു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നിന് പുറകെ ഒന്നായി പരാജയമുണ്ടാകുന്ന ജീവിതങ്ങൾ അത് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അത് മുഴുവൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു വച്ചിരിക്കുന്ന നന്മകൾ തടസ്സം മാറി ആ നന്മ നിനക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. PCOD പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. PR കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. വർക്ക് വിസ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. കൃഷി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരെ ഓർക്കുന്നു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെ ഓർക്കുന്നു. ഉദ്യോഗസ്ഥരെ ഓർക്കുന്നു. നഴ്സുമാരെ ഓർക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ഓർക്കുന്നു. സൈന്യത്തെ ഓർക്കുന്നു. പട്ടാളത്തെ, അതുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂലിവേല എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷിയിടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളർത്തു മൃഗങ്ങളെ, അതിലൂടെ വരുമാന മാർഗം, അതിനുവേണ്ടി ആശ്രയിക്കുന്നവരെ ഓർക്കുന്നു. പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നഷ്ടം സംഭവിച്ചവരെ ഓർത്ത് അതിൽ നിന്ന് കരകയറാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളിലെ ചില ഓപ്പറേഷൻ അല്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റിനെ ഓർത്ത് വിഷമിക്കുന്നവരെ ഓർക്കും. ക്യാൻസർ രോഗികളെ സൗഖ്യത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദ്രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധതരം ഭീഷണിയിൽ പേടിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊല്ലുമെന്ന് പറഞ്ഞവർ, ഭീഷണിപ്പെടുത്തിയവർ, ഭാവിയെ തകർക്കും, വിവാഹം നടത്തില്ല, നിന്റെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജൽപ്പനം നടത്തിയവർ, ഭീഷണിപ്പെടുത്തിയവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ ചുറ്റിപ്പിഴഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഇന്നൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് വേണ്ടിയാണ് 1 മാസം പ്രാർത്ഥിക്കുന്നത്. ജൂൺ മാസം കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ മാറ്റിവെക്കുന്നൊരു മാസമാവുകയാണ്. ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് നന്ദി. ഈശോയുടെ ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കാം. ജോഷുവായോട് പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു ശക്തി നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമാധാന ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്മ ഉണ്ടാകട്ടെ, വളർച്ചയുണ്ടാകട്ടെ, നന്മകൾ ഉണ്ടായി വരട്ടെ, വഴികൾ തുറന്നു കിട്ടട്ടെ, തടസ്സങ്ങൾ മാറിക്കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം. കാരണം ഈ പ്രാർത്ഥന അനുഗ്രഹമായി മാറും. ചില സാക്ഷ്യങ്ങൾക്ക് കാരണമാകും, ചില വിടുതലിന് കാരണമാകും. ഓരോ ദിവസവും ഓരോ മാസവും ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ദൈവം ഒരുക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.